ഒരു ഗുണ്ടയ്ക്ക് ഗവർണറും ഒരു ഗവർണർക്ക് ഗുണ്ടയും ആകാൻ കഴിയുമെന്ന് നിസ്സംശയം തെളിയിച്ചിരിക്കുന്നു മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ. അധികാരത്തിൻ്റെയും മറ്റും ലഹരിയും ഉത്തരേന്ത്യൻ ക്രിമിനൽ രാഷ്ട്രീയത്തിൻ്റെ ഹുങ്കും സമാസമം ചാലിച്ച് RSS ശാഖയിൽ വേവിച്ചെടുത്ത കൊടും വിഷമായ ഈ വിദ്വാനെ ഗവർണർ എന്നും ചാൻസലർ എന്നും വിളിക്കാൻ ചാണക സംഖികൾ ഒഴിച്ച് ലജ്ജ തോന്നാത്തവർ ആരുണ്ട് ഈ നാട്ടിൽ? ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുപോലെ കോമാളി വേഷം കെട്ടിയ ഒരു ഗവർണറും ഉണ്ടാവുകയുമില്ലല്ലോ. BJP RSS കാര്യാലയങ്ങളിൽ നിന്നും ഹരി എസ് കാർത്ത എന്ന സംഖ്യ വഴി ലഭിക്കുന്ന തിട്ടൂരങ്ങൾക്കനുസരിച്ച് ആടിക്കളിക്കുന്ന തനി കോമാളിയായി ഗവർണർ പദവിയെ ഇദ്ദേഹം മാറ്റിയിരിക്കുന്നു. ഏതാനും ദിവസങ്ങളായി ഇങ്ങനെ നിലവിട്ട് പെരുമാറുന്ന ഈ വിദ്വാനെ കണ്ണുമടച്ച് പിന്തുണക്കുന്ന നിലപാടാണ് മനോരമാദി പത്രങ്ങളും ഏഷ്യാനെറ്റ് ന്യൂസ് ആദി ചാനലുകളും സ്വീകരിക്കുന്നത്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനും സംഘർഷഭരിതമാക്കാനും ഗവർണർ ഏമാനും സംഘവും നടത്തുന്ന സകല കൊള്ളരുതായ്മകൾക്കും ഓശാന പാടുകയുമാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ. കഴിഞ്ഞ 2 ദിവസമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് സാക്ഷ്യം വഹിക്കുന്നതും ഇതിനെല്ലാമാണ്. കോഴിക്കോട് നഗരത്തിൽ ഞായറാഴ്ച നടന്ന ഒരു കല്യാണത്തിൽ പങ്കെടുക്കാനാണ് സംഘി ഖാൻ എത്തിയത്. ഈ കല്യാണ വേദിയിൽ നിന്നും 1 കിലോമീറ്റർ മാത്രമാണ് കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലേക്കുള്ള ദൂരം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൗസിലേക്കാൾ സുരക്ഷ ഉൾപ്പെടെ എല്ലാ കാര്യത്തിലും മികച്ചത്. പക്ഷേ അത് വേണ്ടെന്ന് വെച്ച് 22 കിലോമീറ്ററിലേറെ ദൂരെയുള്ള യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൗസിൽ താമസിക്കാൻ തീരുമാനിച്ചത് തന്നെ കരുതിക്കൂട്ടി പ്രകോപനം സൃഷ്ടിക്കാനാണ്. അവിടെയും SFI മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം ജനാധിപത്യപരമായ രീതിയിൽ മാത്രമാണ് പ്രതിഷേധിച്ചത്. പ്രകോപനത്തിനോ സംഘർഷത്തിനോ ഒരു സാധ്യതയുമില്ലാതായപ്പോഴാണ് ഈ സംഘി ഖാൻ കീലേരി അച്ചു ആയത്. ഹരി എസ് കാർത്തയെയും അനുചരന്മാരെയും കൂട്ടി ബാനറും പോസ്റ്ററും കീറാനിറങ്ങി. കീലേരി അച്ചുവിനെ പോലെ വഴിയിൽ കണ്ടവരെയെല്ലാം തെറി വിളിച്ചു. കത്തി വീശിയില്ല എന്ന കുറവേ ഉള്ളൂ. പകരം ജില്ലാ പോലീസ് സൂപ്രണ്ടിനെ ഉൾപ്പെടെ പരസ്യമായി ശകാരിച്ചു. വൈസ് ചാൻസലറെ വിളിച്ചുകൂട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി. അതും പോരാഞ്ഞ് രാജ്ഭവനിൽ നിന്നും മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ ആക്ഷേപിക്കുന്ന വാർത്താക്കുറിപ്പ് പുറപ്പെടുവിച്ചു. ഇതെല്ലാം കണ്ടും കേട്ടും വിദ്യാർത്ഥി സമൂഹം പിന്മാറുമെന്നാണ് കീലേരി അച്ചുവിൻ്റെ അബദ്ധ ധാരണ. എന്നാൽ സംഘി ഖാന് വിദ്യാർത്ഥികൾ കാട്ടിക്കൊടുത്തു എന്താണ് കേരളമെന്ന്, എങ്ങനെയാണ് കേരളം പ്രതികരിക്കുകയെന്ന്. കീലേരി അച്ചുവും സംഘവും എടുത്തു മാറ്റിച്ച ബാനറുകൾക്ക് പകരം കൂറ്റൻ ബാനറുകൾ ഉയർത്തി ശക്തമായ പ്രതിഷേധം വീണ്ടും സംഘടിപ്പിച്ചു. ഇന്ന് അദ്ദേഹം പങ്കെടുത്ത പരിപാടിയും ഔദ്യോഗികമല്ല. ഭാരതീയ വിചാര കേന്ദ്രം എന്ന സംഘപരിവാർ സംഘടന സംഘടിപ്പിക്കുന്ന പരിപാടിയാണ്. അതിന് വേദിയൊരുക്കുന്നത് യൂണിവേഴ്സിറ്റിയിലെ സനാതന ധർമ്മം എന്ന ചെയർ. ഈ ചെയർ സ്ഥാപിച്ചതും നേരത്തെ വിവാദമായതാണ്. സംഘപരിവാറിനെ പ്രീണിപ്പിക്കാൻ മുൻ UDF ഭരണകാലത്ത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും ET മുഹമ്മദ് ബഷീർ വിദ്യാഭ്യാസ മന്ത്രിയുമായിരിക്കെയാണ് ഈ ചെയർ അനുവദിച്ചത്. സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ വേദിയാക്കാനായി അനുവദിച്ച ഈ ചെയറുമായി സഹകരിച്ചാണ് സംഘപരിവാർ പോഷക സംഘടനയായ ഭാരതീയ വിചാര കേന്ദ്രം പരിപാടി സംഘടിപ്പിച്ചത്. തീർത്തും സങ്കുചിത രാഷ്ട്രീയ പരിപാടി. അങ്ങനെ ഒരു സ്വകാര്യ പരിപാടിക്കും ഒരു രാഷ്ട്രീയ പരിപാടിക്കും വേണ്ടിയാണ് ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രത്തെ ആകെ ഈ ഗവർണർ ഏമാൻ കലുഷിതമാക്കിയത്. ധൂർത്തിനെതിരെ വലിയ വായിൽ വർത്തമാനം പറയുന്ന ഈ വിദ്വാൻ തൻ്റെ ഈ വ്യക്തിപരവും രാഷ്ട്രീയവുമായ കാര്യങ്ങൾക്ക് ലക്ഷങ്ങളാണ് ധൂർത്തടിക്കുന്നത്. ഇതിനകം തന്നെ ഇദ്ദേഹത്തിന്റെ ധൂർത്ത് പേരുകേട്ടതാണ്. സ്വന്തം നിലയിൽ രാജ്ഭവനിൽ നിയമിച്ച 35 താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ നടത്തിയ നീക്കം, തൻ്റെ കെട്ടുപോയ പല്ല് പരിശോധിക്കാൻ സ്വന്തമായി രാജ്ഭവനിൽ ഡെന്റൽ ക്ലിനിക്ക് തുടങ്ങാൻ ആവശ്യപ്പെട്ടത്, ബെൻസ് കാറിന് വേണ്ടിയുള്ള ആവശ്യം, ഡൽഹിയിലെ മേലാളന്മാരെ പ്രീണിപ്പിക്കാൻ
ആഴ്ചയിൽ 1ഉം 2ഉം എന്ന തോതിൽ ഡൽഹിയിൽ പോയതിന് വാങ്ങിയ തുക. ഇങ്ങനെ ധൂർത്തിന്റെ പര്യായമായ ഗവർണർ ഏമാന്റെ അടുത്ത ധൂർത്തും അഹന്തയും കോമാളിത്തവും നിറഞ്ഞ പൊറാട്ട് നാടകമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ കണ്ടതും കാണുന്നതും. അതിനിടയിൽ എന്തെല്ലാമാണ് വിളിച്ചു കൂവിയത്? സംസ്ഥാനത്തെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ SFI പ്രവർത്തകരെ ക്രിമിനലുകൾ എന്ന് വിളിച്ചാക്ഷേപിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലൂടെയും ജന്മിത്വത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരായ പോരാട്ടങ്ങളിലൂടെയും ചുവന്നു തൊടുത്ത കണ്ണൂരിനെ ബ്ലഡി കണ്ണൂർ എന്ന് വിളിച്ച് ആക്ഷേപിച്ചിരിക്കുന്നു. ഉപ്പു സത്യാഗ്രഹത്തിലൂടെ 2ാം ബർദോളി എന്നറിയപ്പെടുന്ന പയ്യന്നൂർ, സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിലൂടെ രാജ്യത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയ തലശ്ശേരിയും മൊറാഴയും മട്ടന്നൂരും, ജന്മിത്വത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരായ ഐതിഹാസികമായ പോരാട്ടങ്ങൾ നടന്ന കയ്യൂർ, കരിവെള്ളൂർ, മുനേൻകുന്ന് തുടങ്ങിയ പ്രദേശങ്ങൾ, ഇവയെല്ലാം ഉൾപ്പെട്ട കണ്ണൂരിനെയാണ് ഇദ്ദേഹം ബ്ലഡി കണ്ണൂർ എന്ന് വിളിച്ച് ആക്ഷേപിച്ചിരിക്കുന്നത്. ചരിത്രബോധവും വർത്തമാനകാലത്തെ അനുഭവവുമുള്ള സാമാന്യ ബുദ്ധിയുള്ള ആരും വിളിക്കാത്ത രൂപത്തിലാണ് ആ കണ്ണൂരിനെ ബ്ലഡി കണ്ണൂർ എന്ന് ഇദ്ദേഹം വിളിച്ച് ആക്ഷേപിച്ചിരിക്കുന്നത്. എന്നിട്ടും കോൺഗ്രസിന്റെ ഒരു നേതാവിനും പ്രതികരണമില്ല എന്നതാണ് മറ്റൊരു അത്ഭുതം. അതിനെതിരെ ഒരു വലതുമാധ്യമം പോലും ഒരു വരി എഴുതാനും തയ്യാറായില്ല. അതുമാത്രമോ, ഈ വിദ്വാൻ വായിൽ തോന്നിയതെല്ലാം വിളിച്ചു കൂവുന്നതിന് എത്രയെത്ര ഉദാഹരണങ്ങൾ. പ്രശസ്ത ചരിത്ര പണ്ഡിതൻ പ്രൊഫസർ ഇർഫാൻ ഹബീബിനെ തെമ്മാടി എന്ന് വിളിച്ചു. പ്രശസ്ത ചരിത്രകാരനും കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ ചാൻസലറുമായ ഗോപിനാഥ് രവീന്ദ്രനെ ക്രിമിനൽ എന്ന് വിളിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനെയും മന്ത്രിമാരെയും സമാനമായ രീതിയിൽ തുടർച്ചയായി ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു. തീർത്തും സമനില തെറ്റിയ ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ പെരുമാറാൻ കഴിയൂ. രാഷ്ട്രീയ ഭിക്ഷാന്തേഹിയായി എല്ലാ കാലത്തും കാലുമാറ്റ രാഷ്ട്രീയത്തിലൂടെ അധികാരത്തിന്റെ അപ്പക്കഷണത്തിനു പിറകെ നടന്ന തനി കാലുമാറ്റ രാഷ്ട്രീയക്കാരൻ തൻ്റെ പതിവ് നിലവാരമാണ് കേരളത്തിലും കാട്ടുന്നത്. ഇതിനു പിന്നിൽ മറ്റു പല ലക്ഷ്യങ്ങളും അദ്ദേഹത്തിനുണ്ട്. സംസ്ഥാന സർക്കാരിനെതിരെ പരമാവധി തിരിഞ്ഞ് കേന്ദ്ര ഭരണാധികാരികളുടെ പ്രീതി പിടിച്ചുപറ്റി അടുത്ത പദവി നേടിയെടുക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇതിന് പിന്നിലെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകും. നേരത്തെ ഉപരാഷ്ട്രപതി പദവി മോഹിച്ച് നടന്നതാണ്. അന്ന് ഇദ്ദേഹത്തിൻ്റെ അതേ നിലവാരം പുലർത്തുന്ന ബംഗാൾ ഗവർണറായിരുന്നയാൾക്ക് നറുക്കു വീണു. ഇനി 10 മാസം കൂടിയേ ടിയാന് കേരള ഗവർണർ സ്ഥാനത്ത് കാലാവധിയുള്ളൂ. അത് കഴിയുന്നതിന് മുമ്പോ കഴിഞ്ഞ ഉടനെയോ അടുത്ത അപ്പക്കഷണം കിട്ടണം. അതല്ലെങ്കിൽ ഒരു ടൈം കൂടി ഇവിടെ തുടരാൻ പറ്റണം. ഇതിനുള്ള ഞാണിന്മേൽ കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സംഘിക്കാൻ, രാജ്ഭവൻ എന്ന ആഡംബര വൃദ്ധസദനത്തിൽ RSSകാരുടെ വാലാട്ടിയായി ഇനി എത്ര നാൾ? ഏതായാലും യജമാനന്മാരുടെ താളത്തിനനുസരിച്ച് മരത്തിന്റെ ഒരു കമ്പിൽ നിന്നും അടുത്ത കമ്പിലേക്ക് ചാടുമ്പോൾ വീഴാതെ നോക്കണം. അങ്ങനെ വീഴാതിരുന്നാൽ മാത്രമേ യജമാനന്മാർ അടുത്ത അപ്പക്കഷണം തിന്നാൻ തരൂ. അതല്ലാതെ മർക്കടസ്യ സുരാപാന ആയാൽ ഈ യജമാനന്മാരും കൂടെ ഉണ്ടാകില്ല. നാട്ടുകാർ കൈകാര്യം ചെയ്യുമെന്നും ഓർക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് വാർത്താവിചാരണ ഇന്നത്തേക്ക് നിർത്തുന്നു.